ഹായ് എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പുതിയ മുയൽ ഫാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുയലുകളെ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നൈജു ചേട്ടൻ്റെ ഒരു കൊച്ചു ഫാമാണ് ഈ മുയൽ ഫാം. ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഫാമിനകത്ത് ഒത്തിരിയധികം മുയലുകളുണ്ട്, അവയുടെ കുഞ്ഞുങ്ങളുമുണ്ട്. ഒത്തിരിയധികം സ്നേഹത്തോടെ വളർത്തുന്ന പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു കർഷകനാണ് നമ്മുടെ പ്രിയപ്പെട്ട നൈജു ചേട്ടൻ. ചേട്ടൻ്റെ ഫാമിനെയും അതുപോലെ ഫാമിലെ മുയലുകളെയും അതിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നൈജു ചേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നൈജു ചേട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഒപ്പം ഈ ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നൈജു ചേട്ടൻ. നൈജു ചേട്ടൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നൈജു ചേട്ടനെ പറ്റി കൂടുതൽ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് നൈജു ചേട്ടനോട് തന്നെ ചോദിക്കാം. എന്താണ് നൈജു ചേട്ടാ ഇങ്ങനെ ഒരു ഫാം തുടങ്ങാനും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വരാനുള്ളൊരു കാരണം? അതായത് എനിക്ക് നേരത്തെ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ മുയലുകളുണ്ടായിരുന്നു. കുഞ്ഞിലെ വളർത്തിയൊരു പരിചയമുണ്ടല്ലേ? അതിനുശേഷം ഞാൻ കുറച്ച് നാൾ പുറത്തായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു, നമ്മുടെ അടുത്തൊരു ഫാമുണ്ട്, അവിടെ ഒരുപാട് മുയലുകളുണ്ട്, ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുയലുകൾ വേണം. ആദ്യം വാങ്ങിയത്. അപ്പോൾ ആ മുയലിന് ആദ്യം 3 മുയലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ മുയലിനെ ഇടാനായിട്ട് ഞാനൊരു കൂട് പണിത്, ഒരു വലിയ കൂടാണ് ഞാൻ പണിത്. അതൊരു 7 കള്ളിയുള്ളൊരു കൂടാണ് ഞാൻ പണിത്. അതെ, ഞാൻ തന്നെ. എനിക്ക് അത്യാവശ്യം ഫാബ്രിക്കേഷൻ ഫീൽഡിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള കൂടാണ് ഞാൻ പണിതത്. പിന്നെ ആ കൂട്ടിൽ പിന്നെ വലിയ കൂടായതുകൊണ്ട് പിന്നെ അതിൽ തന്നെ ഒരു 3-4 മുയലിനെ കൂടി കൂടുതൽ വാങ്ങിച്ചു. ആ കൂട് കുറച്ചുകൂടി അത്യാവശ്യം കുറച്ച് കൂടുതൽ പുല്ലൊക്കെ കിട്ടാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനുശേഷം പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് വീണ്ടും ഒരു കൂടുകൂടി പണിതു. പിന്നെ കുറച്ചുകൂടി കുട്ടികൾ കൂടി, അങ്ങനെ വീണ്ടും വലിയൊരു കൂട് പണിതു. അങ്ങനെയാണ് ഈ ഒരു വലിയൊരു കൂട് പണിത്. ഇത് ഏകദേശം 32 കള്ളിയുള്ളൊരു കൂടാണ് ഇത്. ഞാൻ ഇപ്പം നിലവിൽ ഏകദേശം ഒരു 60 പാരൻ സ്റ്റോക്കോളം നിലവിലുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഒരു 200 മുയലിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട്. മെയിനായിട്ട് സോവിയറ്റ് ചിഞ്ചില, ന്യൂസിലാൻഡ് വൈറ്റ്, പിന്നെ വൈറ്റ് ജയന്റ്, ഈ 3 ഐറ്റം മുയലാണ് മെയിനായിട്ട് നമ്മുടെ കോയിലുള്ളത്. പിന്നെ ക്രോസ് ബ്രീഡും ഉണ്ട്. ക്രോസ് ബ്രീഡും ഉണ്ട്. അതിൽ തന്നെ നിലവിലുള്ള മുയലിൽ തന്നെ ക്രോസ് ബ്രീഡും ആയിട്ട് ഉണ്ട് നിലവിൽ. ഏകദേശം എത്ര കിലോ വെയിറ്റ് വരെ ആണ് ഈ മുയലുകൾക്ക് വരാറുള്ളത്? ഏകദേശം ഇത് ഇപ്പം നിലവിലുള്ളത് ഒരു 3.5-4 കിലോയുള്ള വെയിറ്റ് വരെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ഫാമിലുള്ള മുയലുകളുള്ളത്. 3.5-4 കിലോ, അതാണ് ആവറേജ് കിട്ടാറ്. അതുപോലെ ഇതിനെ ചേട്ടൻ ഇറച്ചിക്കാണോ കൊടുക്കാറ് അതോ കുഞ്ഞുങ്ങളായിട്ടാണ് പോണത്? മെയിനായിട്ട് ഇറച്ചിക്കാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുട്ടികളെയും അടുത്തുള്ള ആളുകൾ വന്നിട്ട് നോക്കിയിട്ട് കുട്ടികളെയും പരസ്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ നിലവിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ അങ്ങനെ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഞാൻ എങ്ങനെയാ വിലയൊക്കെ ഏകദേശം ഇതിന്റെ? ഇതിപ്പോൾ ഇറച്ചിക്കാണെങ്കിൽ 200-220 ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് നിലവിൽ. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളൊരു ഏകദേശം ഒരു 500 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. 500-600 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ആരാണ് എവിടെ നിന്നാണ് നമ്മൾ കടകളിലേക്കാണോ കൊടുക്കുന്നത് അതോ വേറെ ഏതെങ്കിലും കടകളുണ്ട്? കടകളുണ്ട്. പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിങ്ങിന് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് വരാറില്ല? ഇല്ല, നമ്മളെ തൃശ്ശൂരുള്ള ലിംസൺ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇതിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ ചേട്ടൻ ഒന്ന് പറയാമോ? ഇതിന്റെ തീറ്റ, അതുപോലെ ഇതിന് നൽകുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇതിന് തീറ്റ ഞാൻ കൊടുക്കുന്നത് പെല്ലറ്റാണ് ഞാൻ കൊടുക്കുന്നത്. മെയിനായിട്ട് പെല്ലറ്റാണ്. ഗോദ്രജിൻ്റെ അത് മാത്രമേ കൊടുക്കാറുള്ളൂ. മെഡിസിൻ കൊടുക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രം. അതായത് ഏകദേശം തീറ്റ തിന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ സൂപ്പർ കോക്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് ഞാൻ ആ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഏകദേശം ഒരാഴ്ച ആദ്യം കൊടുക്കും തീറ്റ തിന്നുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ തള്ളപോയിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളെ പിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരാഴ്ച കൂടി ആ സൂപ്പർ കോക്സ് മരുന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളധികം ചാവാറുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് കുട്ടികളൊക്കെ ഒരുപാട് ചത്തു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു.
പക്ഷേ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ആവറേജ് ചേട്ടന് ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങളെയൊക്കെ ഇതിൽ കിട്ടാറുണ്ട്? ആവറേജ് ഒരു 7 മുതൽ 6 മുതൽ അങ്ങനെ ഒരു ഇതാണ് നിലവിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ഈ എല്ലാ മുയലുകളും പിന്നെ ചില കൂട്ടിൽ കൂടുതൽ മുയലുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ തള്ളകൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പുല്ലൊക്കെ എങ്ങനെയാ? പുല്ല് ഞാൻ കുറച്ച് ഇങ്ങനെ പാടത്ത് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പുല്ല് കുറച്ച് പുല്ല് വളർത്തുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എൻ്റെ അപ്പച്ചന് കൃഷിപ്പണിയാണ്. അപ്പോൾ അപ്പച്ചനായാലും പാടത്തുനിന്ന് കൊള്ളിയിൽ നിന്നും വാഴയിൽ നിന്നൊക്കെ പുല്ല് പറിച്ച് കൊണ്ടുതരും. കറക്റ്റ് ടൈമിലെല്ലാം പിടിച്ച് പൊക്കിയത്. നൈജു ചേട്ടൻ്റെ ഫാമിലി എങ്ങനെയാണ് ചേട്ടൻ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത്? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴെ കുട്ടികളായാലും വൈഫായാലും പിന്നെ അപ്പച്ചനും അമ്മച്ചി അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. നിലവിൽ തീറ്റ കൊടുക്കാനായിട്ടും ഇപ്പം ഞാനില്ലാത്ത സമയത്ത് ഇവരാണ് ഇതിന് തീറ്റ കൊടുക്കുന്നതും. അപ്പച്ചൻ മെയിനായിട്ട് പുല്ല് പറിച്ചു കൊണ്ടു നടക്കും. പിന്നെ വൈഫ് പുല്ല് പറിക്കാൻ പോകാറില്ല. ബാക്കി തീറ്റയെല്ലാം അവർ കൊടുത്തോളും ഞാനില്ലാത്ത സമയത്ത്. തീറ്റ പാത്രങ്ങൾ അതൊക്കെ ചേട്ടൻ വാങ്ങുകയാണോ അതോ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണോ? എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം? അതായത് മെയിനായിട്ടുള്ള തീറ്റപാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഇത് ഒരു 2:1.5 ഹോളോ സെക്ഷൻ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളുള്ള കൂടുകളിലൊക്കെ മൺപാത്രമാണ് നമ്മൾ തീറ്റയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് വാങ്ങിയതാണ്. അതുപോലെ ചേട്ടാ ഇവിടുത്തെ വെള്ളം കൊടുക്കുന്ന സിസ്റ്റം അതൊക്കെ എങ്ങനെയാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്? വെള്ളം നമ്മൾ നിപ്പിൾ സിസ്റ്റത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. നിപ്പിൾ വാങ്ങിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. പിന്നെ കുട്ടികളിടാനായിട്ട് നെസ്റ്റ് ബോക്സ് ഉണ്ട്. നെസ്റ്റ് ബോക്സ് നമ്മൾ ഏകദേശം 1.5 അടി നീളം, 1 അടി വീതി, 1.5 അടി ഹൈറ്റ്, ആ രീതിയിലാണ് നമ്മൾ നെസ്റ്റ് ബോക്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടിൻ്റെ സൈസൊക്കെ എങ്ങനെയാണ്? കൂടൊക്കെ ഏകദേശം ഒരു അളവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? കൂട് 2 അടി വീതി, 2 അടി നീളം, പിന്നെ 1.5 അടി ഹൈറ്റ്, ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കൂടെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പാരറ്റ് സ്റ്റോക്കിന് അതായത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇടുന്ന കൂടിന് ഏകദേശം ഒരു 2.5 അടി നീളവും ഒരു 1.5 അടി വീതിയാണ് ഇപ്പോൾ നിലവിൽ നമ്മളുള്ള കൂടിന് നിലവിലുള്ളത്. പുതിയ മുയൽ കർഷകരോട് നൈജു ചേട്ടന് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരു മുയൽ ഫാം തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് മുയലിനെ വാങ്ങിയിട്ട് വേണം നിലവിൽ വളർത്തി നോക്കാനായിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിലവിൽ. മെയിനായിട്ട് ഇത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണി കണ്ടെത്തുക എന്നത് വലിയൊരു പ്രശ്നമാണ് നിലവിൽ. ഇത് വിറ്റ് പോയില്ലെങ്കിലും നമ്മൾക്ക് ഇറച്ചിക്കായിട്ട് നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന കണ്ടീഷനാണ് നിലവിൽ. അതെ, കുഞ്ഞുങ്ങളായിട്ട് പോയില്ലെങ്കിൽ നിലവിൽ നമ്മൾക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ നിലവിൽ ഈ ഫാം ഇത്ര വരെ നമ്മൾ കൊണ്ടെത്തിച്ചത്. ഇറച്ചിക്ക് നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ് ഈ മുയലിറച്ചി. ഇത് ഞാൻ അങ്ങോട്ട് അധികം അന്വേഷിച്ച് പോയിട്ടില്ലെങ്കിലും ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തേടിയെത്തിയിട്ടാണ് നമ്മൾ ഈ മുയലുകളെ എല്ലാം സെയിലാക്കിയതും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ഏകദേശം 6-7 കുട്ടികൾ നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ 9 വരെ നമുക്ക് മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ഉള്ള കുട്ടികളെ നമ്മൾക്ക് ചാവാതെ, അതായത് നന്നായിട്ട് പരിപാലിച്ചെടുക്കേണ്ട ഒരു ശ്രദ്ധ അതിനകത്ത് കൊടുക്കണം. ചിലപ്പോൾ 2-3 കുട്ടികളൊക്കെ ചിലതിനകത്ത് പോവാറുണ്ട്. കാരണം എല്ലാ കുട്ടികളും മര്യാദയ്ക്ക് പാല് കുടിക്കാതെ ചത്തു പോവാറുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചാവാതെ ഇതിനെ ഈ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഇതിനകത്ത് വിജയം. അതെ 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 ഞാനിപ്പോൾ സാധാരണ ഒരു മാസം ഒരു 35-40 ദിവസം കഴിഞ്ഞാൽ ഞാൻ തള്ളയുടെ നിന്ന് കുട്ടികളെ മാറ്റാറുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു 8-10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് വീണ്ടും രണ്ടാമത് ക്രോസ് ചെയ്യിക്കാറുള്ളൂ. ഞാൻ അത്ര വലിയൊരു
അത്ര വലിയൊരു ബിസിനസ്സായിട്ട് അത്ര വലിയൊരു ഇതായിട്ടുള്ള ഞാനത് ഉദ്ദേശിക്കുന്ന നിലവിൽ സംബന്ധിച്ച് ഇപ്പോഴും ഇതൊരു നല്ലൊരു ഹോബിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ടൈം പാസ്സാണ്. എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേസ്റ്റ് മെയിനായിട്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അതിലേക്കും പിന്നെ പാടത്ത് വാഴ, കൊള്ളി, പിന്നെ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അത് അപ്പച്ചൻ്റെ മേഖലയാണ്. അതിലേക്കുമായിട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ മുയലിൻ്റെ കാഷ്ടം ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത്. ബേസിക്കലി എന്താണ് ചേട്ടൻ്റെ ഫീൽഡ്? ചേട്ടൻ ഈ മുയൽ വളർത്തൽ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രധാനപ്പെട്ട മേഖല എനിക്ക് ട്രാവൽസാണ്. ഇവിടെ അടുത്ത് തുറവൂർ എന്ന സ്ഥലത്ത് ഗ്രേറ്റ് വേ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിലൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൽ ഏകദേശം കുറച്ച് വണ്ടികളും പിന്നെ മറ്റുള്ള എയർ ടിക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊരു ട്രാവൽസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതും കാര്യങ്ങൾ എങ്ങനെയാണ് ചേട്ടന് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക? ഇതിനുള്ള സമയം എങ്ങനെയാണ് ചെലവഴിക്കാൻ പറ്റുക? അത് അതായത് നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പാണ് നമ്മൾ മുയലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഓഫീസിൽ പോകുന്നത്. അതിനുശേഷം പിന്നെ വൈകിട്ടാണ്, പിന്നെ രാത്രിയാണ് നമ്മൾ ബാക്കിയുള്ള വൈകിട്ട് തീറ്റ. രാവിലെ 2 നേരം, രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ ഇതിന് തീറ്റ കൊടുക്കുന്നത്. രാവിലെ പുല്ല് കൊടുക്കും, പിന്നെ വൈകിട്ടാണ് നമ്മൾ പെല്ലറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. തൻ്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിലും മുയൽ വളർത്തലിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന നൈജോ ചേട്ടനെ ശരിക്കും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒത്തിരി പേർക്ക് ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നൈജോ ചേട്ടൻ്റെ ഈ ഫാം വലിയൊരു ഫാമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.